ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പം മെജോറിറ്റി ഇപ്പോൾ തന്നെ RBI തന്നെ അവരുടെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഓൾമോസ്റ്റ് 2024 പകുതിയൊക്കെ ആയിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലുണ്ടല്ലോ, ക്രെഡിറ്റ് കാർഡ് ട്രാപ്പ് തന്നെ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മിഡ് 30s മിഡ് 40s അതുപോലെ തന്നെ മിഡ് 20s ഉള്ള ആൾക്കാരുടെ ക്രെഡിറ്റ് കാർഡ് ട്രാപ്പ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂസ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അപ്പോൾ ആക്ച്വലി അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇന്ത്യയിലത്തെ പകുതി ആൾക്കാരും ഇപ്പോൾ ഡെപ്റ്റ് ട്രാപ്പിലാണ്, അതായത് ലോൺ ട്രാപ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കുറേ പേർക്ക് എന്തായാലും ഈ ലോൺ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, ഭയങ്കര തലവേദനയാണ്, ടെൻഷനാണ്, സ്ട്രെസ്സാണ്, മര്യാദയ്ക്ക് നമുക്ക് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് 9 എണ്ണം നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ ആക്ച്വലി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ കുറേ ലോൺ ട്രാപ്പിലും ഡെപ്റ്റ് ട്രാപ്പിലൊക്കെ ഹൈ എമൗണ്ട് ആയിട്ട് പെട്ടിട്ടുണ്ടെങ്കിൽ, കുറേ ലോണും സംഭവമൊക്കെ ആയിട്ട് ക്രെഡിറ്റ് കാർഡ് ട്രാപ്പും അങ്ങനെ എല്ലാം കൂടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറയുന്നത് ഓപ്റ്റ് ഫോർ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ. അതായത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കാർഡിന്റെ ഡെപ്റ്റ് തന്നെ എടുക്കാം. ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൈ ഇൻട്രസ്റ്റ് ആയിരിക്കും, 42%, 44% ഒക്കെ ആയിരിക്കും നമുക്ക് ആനുവലി ഇൻട്രസ്റ്റ് വരിക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവമാണ് ഉണ്ടെങ്കിൽ വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെപ്റ്റ് കൺസോൾട്ടേഷൻ ചെയ്യുക. അതായത് ഈ ഹൈ എന്താ പറയുക ഇൻട്രസ്റ്റ് വരുന്ന ലോണുകൾ, ചെറിയ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്ന ലോൺ എടുത്തിട്ട് അത് ക്ലോസ് ചെയ്യുക. അതായത് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് ലോൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതായത് പേഴ്സണൽ ലോൺ നോർമലി 12%, 15% നോർമലി ആ റേറ്റിലാണ് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക. പക്ഷേ ക്രെഡിറ്റ് കാർഡ് ഇൻട്രസ്റ്റ് വരുമ്പോൾ ആനുവലി നമുക്ക് 42, 45 ഒക്കെ വരും. അപ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ് നമുക്ക് ഇൻട്രസ്റ്റ് പേഴ്സണൽ ലോൺ. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ലോൺ എമൗണ്ട് എടുത്തിട്ട് ഈ സാധനം ക്ലോസ് ചെയ്ത് തരാം. അതാണ് ആദ്യത്തെ മെത്തേഡ്. നോർമലി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ് ഡെപ്റ്റ് കൺസോൾട്ടേഷൻ എന്ന് അതിന് പറയാട്ടോ. രണ്ടാമത്തേന്ന് പറയുന്നത്, നമ്മളൊരു ഇനിയും ലോൺ എടുക്കുന്നത് നിർത്തുക. നമുക്ക് പ്രത്യേകിച്ച് ഹൈ കോസ്റ്റ് ഡെപ്റ്റ് എടുക്കുന്നത് ആ പരിപാടി അപ്പം തന്നെ നിർത്തുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺസോൾട്ടേഷൻ ഒഴിച്ച്, അതല്ലാണ്ട് എന്താ പറയുക, നമ്മൾക്ക് ഇപ്പോൾ ചിലവിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ലോൺ എടുക്കില്ല, അങ്ങനത്തെ പരിപാടി നിർത്തുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് പരിപാടിയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഓൾറെഡി ഒരു ലോൺ ട്രാപ്പിലാണെങ്കിൽ അടുത്ത ലോൺ എടുക്കുന്ന പരിപാടി നിർത്തുക. പിന്നെ ഓൾറെഡി നിങ്ങളുടെ ലോണൊക്കെ NPA ആയിട്ടുണ്ടെങ്കിൽ, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട്, അതായത് അത് സെറ്റിൽമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ലോണൊന്നും കിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേറെ ചോയ്സുകളുണ്ടല്ലോ. ഇപ്പോൾ ലോൺ കൊടുക്കുന്ന ആൾക്കാരൊക്കെ സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. ഇപ്പോൾ ബ്ലേഡുകാരെന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്ന് പറയില്ല, എവിടെ നിന്നായാലും ഈ ലോൺ പരിപാടി നിർത്തുക. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാപ്പ് ഒന്നും മാറില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതാണ് രണ്ടാമത്തെ എന്താ പറയുക വേ എന്നല്ല മെത്തേഡ്. നിങ്ങൾക്ക് ആക്ച്വലി ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്താ പറയുക ഇതൊന്ന് ഇറങ്ങി പോരാൻ പറ്റും. മൂന്നാമത്തേന്ന് പറയുന്നത്, നമുക്ക് ആദ്യം തന്നെ എക്സ്പെൻസീവ് ലോൺ ഏതാണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളിൽ കുറേ ലോണുകൾ ഉണ്ടെങ്കിൽ അതിൽ ഏതാണ് എക്സ്പെൻസീവ് ലോൺ, അതായത് ഏത് ലോണിനാണ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് ചാർജ് സംഭവമൊക്കെ വരുന്നതെന്ന് വെച്ചാൽ, പ്രസന്റ് ചാർജ് നോർമലി ഇനീഷ്യലി മാത്രമേ വരുള്ളൂ. ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ലോൺ ഏതാ അത് ആദ്യം ക്ലോസ് ചെയ്യുക. അപ്പോൾ അതായത് ക്ലോസ് ഡൗൺ എക്സ്പെൻസീവ് ലോൺ ഫസ്റ്റ്. അതാണ് മൂന്നാമത്തെ പരിപാടി കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 എണ്ണം ഫോളോ ചെയ്യാൻ, 3 എണ്ണം ഉണ്ട്. അപ്പോൾ നാലാമത്തേന്ന് പറയുന്നത്, നമുക്കൊരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് മാസം എത്ര വരവുണ്ട്, ചിലവുണ്ട്, ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോൺ സംഭവമൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ S24, S23 അൾട്രൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കാം. പെന്ന് സംഭവമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാംസങ്ങിൻ്റെ ടാബൊക്കെ ഉണ്ടെങ്കിൽ പെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നോട്ട് ചെയ്ത് വയ്ക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ അതിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്, ഫ്രീ ആപ്പുകളുണ്ട്, അതിലും മതി. അപ്പോൾ ഈ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കുക നിർബന്ധമായിട്ടുള്ള സംഭവമാണ്. അതാണ് നാലാമത്തെ പോയിന്റ് കേട്ടോ. അഞ്ചാമത്തെ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഇൻകം വർദ്ധിപ്പിക്കുക. അതായത് ഇൻക്രീസ് യുവർ ഇൻകം. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഡെപ്റ്റ് ഏറ്റവും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല ടൈം എടുക്കും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളൊരു സൈഡ് ഇൻകം നോക്കുക. മെയിൻ ഇൻകം അവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ സൈഡ് ഇൻകം, അതായത് പാസീവ് ഇൻകം തന്നെ മെത്തേഡ് നോക്കി നോക്കുക. പാസീവ് ഇൻകം എന്ന് പറയുമ്പോൾ കുറേ സംഭവങ്ങളുണ്ട്. അതും ജെന്യൂൻ ആയിട്ടുള്ള സംഭവമാണ്. ഉടായ്പ ഇതേപോലെ എന്താ പറയുക ഏർണിംഗ് ആപ്പും സംഭവങ്ങളൊക്കെ പോയിട്ട് പണി കിട്ടാനല്ല പറയുന്നത്. ജെന്യൂൻ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ടാലന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ ഒഫീഷ്യൽ അല്ലെങ്കിൽ എന്താ പറയുക ഒറിജിനൽ ആയിട്ടുള്ള കുറേ ആപ്പുകളും സംഭവമൊക്കെ ഉണ്ട്. വെബ്സൈറ്റും സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ ഫീവർ എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയും. അതൊക്കെ നമ്മുടെ ഒറിജിനൽ സാധനം തന്നെയാണ്. അത് നിങ്ങൾക്ക് ഡോളറിലൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ സംഭവത്തിൽ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ കുറിച്ചൊക്കെ. അപ്പോൾ അതേപോലത്തെ സംഭവത്തിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ടാലന്റ് അനുസരിച്ച് നിങ്ങൾക്ക് സൈഡ് ഇൻകം ഉണ്ടാക്കാം. അടുത്തെന്ന് പറയുന്നത്, നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് ഏറ്റവും കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ്, അതായത് പേ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ വേണമെങ്കിൽ ഇതിനെ ഒരു കാറ്റഗറി ആയിട്ട് നമ്മുടെ മുമ്പത്തേലായിട്ട് പറയാം. അതിനെ എന്നുവെച്ചാൽ ക്രെഡിറ്റ് കാർഡ് ഡെപ്റ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോണാണ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ഇൻട്രസ്റ്റ് വരുന്ന സംഭവം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യാം. അടുത്തെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ മിക്ക ബാങ്കുകളും ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്
അപ്പോൾ സോറി കേട്ടോ നമ്മുടെ റൂമിലേക്ക് വന്ന. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ട്രാൻസ്ഫർ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ മിക്ക ക്രെഡിറ്റ് കാർഡ് പ്രത്യേകിച്ച് SBI കാർഡ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു ആപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ബാലൻസ് വേണമെങ്കിൽ നമുക്ക് ന്യൂ കാർഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്ത് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറയുമ്പോൾ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് അതിനനുസരിച്ചുള്ള ആ എമൗണ്ടും കുറയുള്ളൂ. എന്ന് വെച്ചാൽ 1% ഇൻട്രസ്റ്റ് കുറയുന്നത് തന്നെ അത്ര എമൗണ്ട് കുറയും, പ്രത്യേകിച്ച് നിങ്ങളുടെ ടെനർ ഭയങ്കര കൂടുതലാണെങ്കിൽ. അടുത്തെന്ന് പറയുന്നത് പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക എന്നുള്ളതാണ്. ഡെപ്റ്റ് ട്രാപ്പിൽ നിന്ന് ഇപ്പോൾ കൗൺസിലിങ്ങും ഏജൻസീസും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ അത്രയും കുറേ പേർക്ക് എന്ന് വെച്ചാൽ ഈ ലോൺ ട്രാപ്പും ഡെപ്റ്റ് ട്രാപ്പൊക്കെ വന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രെസ്സും സംഭവമൊക്കെ ആയിട്ട് കൺട്രോൾ ഇട്ടിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ സൈഡിൽ നിന്ന് എന്തായാലും ഇതേപോലെ തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 9 വേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. ഇതിൽ അത്യാവശ്യം മിക്കെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാൽ തന്നെ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ എന്താ പറയുക ലോൺ ട്രാപ്പിനും ഡെപ്റ്റ് ട്രാപ്പിനൊക്കെ അല്ലെങ്കിൽ രണ്ട് സെയിം തന്നെ നിങ്ങൾക്ക് മൂവ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മറക്കണ്ട. ഇത് ആക്ച്വലി എല്ലാവരും ടെസ്റ്റഡ് ആൻഡ് ട്രൈഡ് ഔട്ട് മെത്തഡുകൾ തന്നെയാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ സംഭവമൊന്നുമല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നിങ്ങൾ ആരെങ്കിലൊക്കെ ഇതേപോലെ ട്രാപ്പിൽ സംഭവമൊക്കെ പെട്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് നൽകി ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം.